കാഞ്ചീപുരം എന്ന ചരിത്ര നഗരത്തിലൂടെയുള്ള സഞ്ചാരം തുടരുകയാണ്. ഭക്തിയുടെയും പട്ടിന്റെയും നാടാണ് കാഞ്ചീപുരം. ഈ നഗരത്തിലെവിടെയും നിരവധി ക്ഷേത്രങ്ങൾ കാണാം. വലിയ ഗോപുരങ്ങളോടുകൂടിയ ക്ഷേത്രങ്ങൾ. ഞാനിപ്പോൾ കടന്നു പോകുന്നത് കച്ചപേശ്വരർ ക്ഷേത്രത്തിന് മുന്നിലൂടെയാണ്. മതിൽക്കെട്ടിനകത്താണ് ക്ഷേത്രം. അതിന്റെ ഗോപുരമാണ് വലതുവശത്ത് കാണുന്നത്. പല്ലവ രാജാക്കന്മാർ നിർമ്മിക്കുകയും പിന്നീട് വിജയനഗര സാമ്രാജ്യകാലത്ത് വിപുലമാക്കുകയും ചെയ്ത ക്ഷേത്രം. ശിവപ്രതിഷ്ഠയാണ് അവിടെയുള്ളത്. കച്ചപേശ്വരർ ക്ഷേത്രം കഴിഞ്ഞ് എത്തുന്നത് ഇവിടുത്തെ കൈലാസനാഥർ ക്ഷേത്രത്തിലേക്കാണ്. മഹാബലിപുരത്ത് കണ്ട തരത്തിലുള്ള നിർമ്മിതികൾ. സാൻഡ്സ്റ്റോൺ കൊണ്ട് നിർമ്മിച്ച ക്ഷേത്രക്കെട്ടുകളാണ്. വലിയൊരു പ്രദേശത്ത് വ്യാപിച്ചു കിടക്കുകയാണത്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ് ഇപ്പോൾ ക്ഷേത്രം പരിപാലിക്കുന്നത്. ഇവിടെ ധാരാളം ടൂറിസ്റ്റുകളും വരുന്നുണ്ട്. മറ്റു ക്ഷേത്രങ്ങൾ ഭക്തിയുടേത് മാത്രമാണെങ്കിൽ ഇത് ഒരു പുരാവസ്തു കേന്ദ്രം കൂടിയാണ്. ദ്രാവിഡ വാസ്തുകലയുടെ ഏറ്റവും പൂർണ്ണതയുള്ള ആദിമ ഉദാഹരണങ്ങളിലൊന്നാണ് ഈ ക്ഷേത്രം. ഇവിടെ ധാരാളം വിദേശ ടൂറിസ്റ്റുകളും എത്തുന്നുണ്ട്. ഞാനും ക്ഷേത്ര കോമ്പൗണ്ടിലൂടെ ഒന്ന് നടന്നു. ഇവിടെ ടിക്കറ്റ് ഒന്നുമില്ല. ആർക്കും കയറിപ്പോകാം. പൂജയും ചടങ്ങുകളുമൊക്കെ നടക്കുന്ന ഒരു സാധാരണ ക്ഷേത്രം പോലെ തന്നെയാണ് ഇതിന്റെ പ്രവർത്തനം. എന്നാൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഏറ്റെടുത്തിരിക്കുന്ന സംരക്ഷിത സ്മാരകവുമാണ്. ഇത്തരം നിരവധി ചെറുമണ്ഡപങ്ങൾ ക്ഷേത്രത്തിനു പുറത്തും ക്ഷേത്ര മതിൽക്കെട്ടിനകത്തുമുണ്ട്. തേൻ നിറമുള്ള സാൻഡ്സ്റ്റോണിൽ നിർമ്മിച്ച മണ്ഡപങ്ങൾ. അനേകം ശില്പങ്ങളും കൊത്തുപണികളും ഇതിലെല്ലാമുണ്ട്. വ്യാളികളുടെ തലയിൽ തൂണുകളും തൂണുകളിൽ താങ്ങി മേൽക്കൂരയും. ഇത് ക്ഷേത്രത്തിന്റെ മതിലിനും പുറത്തുള്ള നിർമ്മിതികളാണ്. ഞാനിപ്പോൾ ക്ഷേത്രത്തിന്റെ അകത്തേക്ക് കയറിയിട്ടില്ല. 8-ാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകങ്ങളിലാണ് പല്ലവ രാജാവായ രാജസിംഹൻ ഈ ക്ഷേത്രം നിർമ്മിക്കുന്നത്. പിന്നീട് പല്ലവന്മാരെ കീഴ്പ്പെടുത്തി ചോളന്മാർ പ്രദേശത്തിന്റെ അധികാരം പിടിച്ച ശേഷം ക്ഷേത്രമൊന്ന് പുതുക്കിപ്പണിതിരുന്നു. ഞാൻ മതിൽക്കെട്ടിനകത്തേക്ക് കയറി. 2 മതിലുകളുണ്ട്. അതിൽ പുറത്തെ മതിൽക്കെട്ടിനകമാണിത്. അവിടെ നിന്ന് അകത്തെ മതിൽക്കെട്ടിനകത്തേക്ക് നടന്നു. ഇതാണ് പ്രധാന ക്ഷേത്രം. അതിനു ചുറ്റോടു ചുറ്റും ഇത്തരം ചെറുമണ്ഡപങ്ങളാണ്. പണ്ട് ഓരോരോ മൂർത്തികളെ പ്രതിഷ്ഠിച്ചിരുന്ന ഉപക്ഷേത്രങ്ങളും തീർത്ഥാടകരുടെ വിശ്രമയിടങ്ങളുമെല്ലാമായിരുന്നു മണ്ഡപങ്ങൾ ഓരോന്നും. കല്ല് വിരിച്ച വലിയൊരു മുറ്റം. ആ മുറ്റത്തിന് മധ്യത്തിലാണ് പ്രധാന ക്ഷേത്രം. ശിവലിംഗമാണ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ. പ്രധാന ക്ഷേത്രത്തിന് ചുറ്റോടു ചുറ്റുമായി നിലകൊള്ളുന്ന ഒരേ രൂപമുള്ള മണ്ഡപനിര ഒരു കാഴ്ച തന്നെയാവുന്നു. ഒരു മതിൽ പോലെ അതിങ്ങനെ ക്ഷേത്രത്തെ ചുറ്റി മറുവശത്തുകൂടി കടന്നുവരുന്നു. ആ മണ്ഡപനിരയുടെ മുന്നിലൂടെ ഞാൻ ക്ഷേത്രത്തിന്റെ മറുഭാഗത്തേക്ക് നടന്നു. ഇതാണ് ക്ഷേത്രത്തിന്റെ പ്രധാന കെട്ടിടം. ഇടതുവശത്തുള്ള വലിയ കൽഭിത്തിക്കപ്പുറവും ക്ഷേത്രം തന്നെ. ഇത് ശ്രീകോവിലിരിക്കുന്ന ഭാഗമാണ്. തൂണുകളുടെ അടിഭാഗത്ത് വ്യാളി രൂപങ്ങൾ. ശിവപുത്രനായ കിം പുരുഷനാണ് വ്യാളി എന്നാണല്ലോ ഹൈന്ദവ സങ്കല്പം. തീർത്ഥാടകരും ടൂറിസ്റ്റുകളും എത്തുന്നുണ്ട് ഇവിടെ. തീർത്ഥാടകരെക്കാൾ കൂടുതൽ ടൂറിസ്റ്റുകളാണ്. കാഞ്ചീപുരത്ത് ഏറെക്കുറെ പൂർണ്ണതയോടെ നിൽക്കുന്ന ഏറ്റവും പുരാതനമായ ക്ഷേത്രമാണിത്. അതുകൊണ്ടാണ് ഇതിനെ ഒരു സംരക്ഷിത സ്മാരകമായി നിലനിർത്തുന്നതും. ഒരേ രൂപമുള്ള മണ്ഡപങ്ങൾ. അവയിൽ മിക്കതിലും ശിവപാർവതിമാരുടെ ശില്പങ്ങളാണുള്ളത്. ചിലതിൽ ശിവനും ഗംഗയുമാണ് കഥാപാത്രങ്ങൾ. ഇങ്ങനെ ചുറ്റോടു ചുറ്റുമുള്ള മണ്ഡപങ്ങളിൽ പലതും വിശ്രമ കേന്ദ്രങ്ങളാണെന്ന് സൂക്ഷിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും. കിടക്കാൻ പറ്റുന്ന രീതിയിൽ ചെറിയ തലയണയൊക്കെയായി കട്ടിലു പോലുള്ള ഒരു കല്ലുണ്ട് അതിൽ. മണ്ഡപങ്ങളുടെ നടുക്കായി ക്ഷേത്രത്തിന്റെ മറ്റൊരു ഭാഗം. വ്യാളികൾ താങ്ങി നിൽക്കുന്ന തൂണുകളും മറ്റനേകം ശില്പങ്ങളും. മുറ്റത്തുകൂടി നടന്ന് ഇങ്ങേയറ്റത്തെത്തുമ്പോൾ ഇങ്ങനെയാണ് ക്ഷേത്രത്തിന്റെ പ്രധാന ശ്രീകോവിലൊക്കെ ഇരിക്കുന്ന ഭാഗം. എങ്ങും അലങ്കാര സമൃദ്ധമാണ്. അതിന്റെ പിൻഭാഗത്തുകൂടി ഞാൻ നടന്നു. വലതുഭാഗത്ത് മണ്ഡപങ്ങളുടെ നിര. 6 അടി നീളവും വീതിയുമുള്ളതാണ് ഇവയോരോന്നും. അതിനകത്തൊക്കെ കുട്ടികൾ കയറി നിൽക്കുന്നു. എല്ലാ മണ്ഡപങ്ങളും ആളുകൾക്ക് വിശ്രമിക്കാൻ വേണ്ടിയുള്ളതായിരുന്നില്ല. ചിലത് ചില മൂർത്തികളെ പ്രതിഷ്ഠിച്ച ഉപക്ഷേത്രങ്ങളാണ്. കല്ല് വിരിച്ച മുറ്റമാണല്ലോ. അതുകൊണ്ട് വെയിൽ ചൂടായപ്പോഴേക്കും നടക്കാൻ ബുദ്ധിമുട്ടായി. ചെരുപ്പ് പുറത്ത് ഊരിയിട്ടിട്ട് വേണം ഇവിടെ കയറാൻ.
ഞാൻ ആ മുറ്റത്തുകൂടി നടത്തം തുടർന്നു. ക്ഷേത്രത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യുകയാണ്. 8-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ പല്ലവ രാജാക്കന്മാരുടെ ഏറ്റവും പ്രധാന ക്ഷേത്രമായിരുന്നു ഇത്. ഈ മേഖലയിൽ നിരന്തരം യുദ്ധങ്ങൾ നടന്നിരുന്ന കാലമാണത്. അക്കാലത്ത് പല്ലവ രാജാക്കന്മാരുടെ ഒരു ഒളിസങ്കേതം കൂടിയായിരുന്നു ഈ കൈലാസനാഥർ ക്ഷേത്രം. അവശ്യഘട്ടത്തിൽ ഉപയോഗിക്കാനുള്ള ഒരു തുരങ്കപാത ഈ ക്ഷേത്രത്തിൽ ഒരിടത്ത് നിർമ്മിച്ചിട്ടുമുണ്ട്. ഒരിടത്തെത്തിയപ്പോൾ പൂജാരിയെപ്പോലെ വേഷധാരിയായ ഒരാൾ നിന്ന് മറ്റൊരാൾക്ക് ചരിത്രവും കഥകളുമൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. എന്റെ ക്യാമറ കണ്ടപ്പോൾ ആ ചരിത്രം പറച്ചിലിന്റെ തീവ്രത അല്പം കൂടി. കാഞ്ചീപുരത്ത് നിന്ന് പട്ട് കപ്പലിൽ കയറ്റി ദൂരദേശത്തേക്ക് കൊണ്ടുപോയിരുന്ന കഥയൊക്കെയാണ് പറയുന്നത്. ചൈനീസ് മേഖലയിലെ 7 രാജ്യങ്ങളുമായി കാഞ്ചീപുരത്തിന് വ്യാപാര ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ചൈനയുമായി കാഞ്ചീപുരത്തിന് കച്ചവട ബന്ധമുണ്ടായിരുന്നു എന്നതിന്റെ തെളിവൊന്നുമില്ലെങ്കിലും റോമിലേക്കും തെക്കുകിഴക്കൻ ഏഷ്യയിലെ പല രാജ്യങ്ങളിലേക്കും ഇവിടെ നിന്നും പട്ട് കൊണ്ടുപോയിരുന്നു. ഞാൻ അവിടുത്തെ കാഴ്ചകളിൽ നിന്ന് ക്ഷേത്രത്തിന്റെ പുറത്തേക്ക് നടന്നു. വ്യാളീപാത തൂണുകൾ ഒരു കാഴ്ച തന്നെയാണ്. മനോഹരമായി സംരക്ഷിക്കുന്നുണ്ട് എന്നതാണ് ഞാൻ ഇവിടെ കാണുന്ന ഒരു പ്രത്യേകത. ക്ഷേത്ര മതിൽക്കെട്ടിനകത്തു നിന്നും പുറത്തേക്കെത്തി. പുറത്ത് വിഗ്രഹങ്ങളും ശില്പങ്ങളുമൊക്കെ വിൽക്കുന്ന നിരവധി കടകളൊക്കെയുണ്ട്. ഓടുകൊണ്ട് നിർമ്മിച്ച നിരവധി ശില്പങ്ങൾ, ബുദ്ധനും ഗണേശനും ദുർഗയും ഷിർദിസായിയും എല്ലാമുണ്ട്. പ്രത്യേകതയുള്ള ബുദ്ധശില്പങ്ങൾ. ഇതിനൊക്കെ ഇവിടെ നല്ല വിൽപ്പനയുണ്ട്. അവിടെ നിന്ന് ഞങ്ങൾ യാത്ര തുടർന്നു. പറയത്തക്ക വൃത്തിയും ഭംഗിയുമൊന്നുമില്ലാത്ത സാധാരണ തെരുവുകൾ. കാഞ്ചീപുരം പട്ടു വ്യവസായത്തിന്റെ കേന്ദ്രമാണ്. പട്ടുവസ്ത്രങ്ങളുടെ, പ്രത്യേകിച്ച് പട്ടുസാരിയുടെ ഇന്ത്യയിലെ തന്നെ പ്രധാന നിർമ്മാണ കേന്ദ്രം. കാഞ്ചീപുരം സാരി ഉണ്ടാക്കുന്ന ഒരു സ്ഥലത്തേക്ക് പോകണം. നിരവധി നെയ്ത്തുശാലകളുണ്ട് കാഞ്ചീപുരത്ത്. ചെറുകിട നെയ്ത്തുശാലകൾ. അവർക്ക് വലിയ ടെക്സ്റ്റൈലുകാർ ഓർഡർ കൊടുക്കുന്നതാണ് പതിവ്. ഡിസൈനും നൽകും അവർ. അതനുസരിച്ച് വീടുകളിലിരുന്ന് അല്ലെങ്കിൽ ചെറിയ സ്ഥാപനങ്ങളിലിരുന്ന് നെയ്യുന്നവർ അത് ഉണ്ടാക്കിക്കൊടുക്കും. ജോയി ആലുക്കാസ് ഉൾപ്പെടെയുള്ള സ്വർണ്ണക്കടകളും ഇവിടെ കാണാം. നിരവധി വമ്പൻ പട്ടുവിൽപ്പന ശാലകളുമുണ്ട്. പച്ചയ്യപ്പാസ് അത്തരമൊന്നാണ്. തമിഴ്നാട്ടിൽ തന്നെ ഏറ്റവും കൂടുതൽ പട്ടുസാരികൾ വിൽക്കുന്ന സ്ഥാപനങ്ങളിലൊന്ന്. 1926 MVM പച്ചയ്യപ്പ മുതലിയാർ എന്ന പട്ടുവ്യാപാരി തുടക്കമിട്ട സ്ഥാപനമാണ് പച്ചയ്യപ്പ സിൽക്സ്. സാവധാനം അത് തമിഴ്നാട്ടിലെ വെല്ലൂരിലേക്കും ചെന്നൈയിലേക്കുമെല്ലാം വ്യാപിക്കുകയായിരുന്നു. അങ്ങനെ പട്ടുവ്യാപാരത്തിൽ കാഞ്ചീപുരത്ത് വേരുകളുള്ള പല പ്രമുഖ സ്ഥാപനങ്ങളുണ്ട്. അങ്ങനെ ചെല്ലുമ്പോൾ മുൻപിൽ വലിയൊരു സ്തൂപം പോലെ ഒരു നിർമ്മിതി കാണാം. അത് ഒരു രഥമാണ്. വരദരാജ പെരുമാൾ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് വലിക്കാനുള്ള രഥം. മറ്റു സമയങ്ങളിൽ അതിങ്ങനെ കവർ ചെയ്തു വച്ചിരിക്കും. ഉത്സവകാലമാകുമ്പോൾ മാത്രമാണ് ആ കവറിംഗ് അഴിക്കുക. കൂറ്റനൊരു തേരാണ്. അവിടവും പിന്നിട്ട് ഞങ്ങൾ നെയ്ത്തുശാലകളുള്ള തെരുവിലേക്കെത്തി. ഈ തെരുവിലെ പല കെട്ടിടങ്ങളിലും നെയ്ത്തു നടക്കുന്നുണ്ട്. ചെറിയ സ്ഥാപനങ്ങളാണ്. ഇങ്ങനെയുള്ള തെരുവിന്റെ ഇരുവശത്തെയും മുറികളിൽ പലതിലും നെയ്ത്ത് നടക്കുന്നുണ്ട്. അതിനകത്തേക്ക് ആളുകൾ ചെരുപ്പൂരിയിട്ട് കയറിപ്പോകുന്നു. ഞാൻ അത്തരത്തിലുള്ള ഒരു നെയ്ത്തുശാലയിലേക്ക് കയറി ചെന്നു. ജക്വാഡ് സംവിധാനമുള്ള തറയിലാണ് ഇവിടെ നെയ്ത്ത് നടക്കുന്നത്. തടികൊണ്ട് നിർമ്മിച്ച പഴയ മട്ടിലുള്ള തറയാണെങ്കിലും പ്രത്യേകമായൊരു ടെക്നോളജിയും മെക്കാനിസവും ഒക്കെ ഉണ്ട് ഇതിൽ. വെറുതെ അങ്ങ് നെയ്യുകയല്ല, ഡിസൈനുകളുണ്ട്. പഞ്ച് കാർഡുകളാണ് ആ ഡിസൈൻ പാറ്റേൺ ക്രമപ്പെടുത്തുന്നത്. 1804 ഫ്രഞ്ചുകാരനായ ജോസഫ് മാരി ജക്വാഡ് കണ്ടുപിടിച്ചതാണ് പഞ്ച് കാർഡ് സംവിധാനം. അതുകൊണ്ടാണ് ഇതിന് ജക്വാഡ് വീവിംഗ് എന്ന പേര് വന്നത്. എത്ര സങ്കീർണമായ പാറ്റേണുകളും നെയ്തെടുക്കാനാവും എന്നതാണ് ജക്വാഡ് ലൂമിന്റെ പ്രത്യേകത. ഒരു ചെറിയ മുറിക്കകത്ത് 3-4 നെയ്ത്ത് യന്ത്രങ്ങളുണ്ട്. കുഴിത്തറികളാണ്. നിലത്തൊരു കുഴിയുണ്ടാക്കി അതിൽ കാലുകൾ ഇറക്കി വെച്ചാണ് നെയ്ത്തുകാർ ഇരിക്കുന്നത്. ഇരിക്കുകയോ നിൽക്കുകയോ ചെയ്യാം. ഇവിടെ ഉണ്ടാക്കുന്നത് 10,000 രൂപ വിലയുള്ള പട്ടുസാരിയാണ്. പട്ടും സ്വർണ്ണക്കസവും കൂടി ചേർന്നുള്ള നെയ്ത്താണ് നടക്കുന്നത്. വളരെ സൂക്ഷ്മതയോടുകൂടി ചെയ്യുന്ന ജോലി. അതിഗംഭീരമായ സാരിയാണ് നെയ്യുന്നത്.
ഇതൊക്കെ ഓർഡർ അനുസരിച്ച് നെയ്യുന്നതാണ്. ആന്ധ്രാപ്രദേശിലും തമിഴ്നാട്ടിലുമൊക്കെയുള്ള വലിയ സമ്പന്നർ വിവാഹസാരിയുടെയും മറ്റും പ്രത്യേക ഡിസൈൻ കൊണ്ടുവന്ന് കൊടുത്ത് അത് നെയ്യിച്ചെടുക്കും. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ഷീമാട്ടി, ജയലക്ഷ്മി തുടങ്ങി പട്ടുസാരിയിൽ സ്പെഷ്യലൈസ് ചെയ്ത സ്ഥാപനങ്ങളും അവരുടെ ഡിസൈൻ കൊണ്ടുവന്ന് ഇവർക്ക് കൊടുക്കും. ആ ഡിസൈൻ ജക്വാഡ് കാർഡുകളിൽ പഞ്ച് ചെയ്തെടുക്കും. ഇതാണ് ആ പഞ്ച് കാർഡ്. ഡിസൈൻ സങ്കീർണമാകുന്നതിനനുസരിച്ച് കാർഡുകളുടെ എണ്ണവും കൂടും. പഞ്ച് ചെയ്ത കാർഡുകൾ തറിയിൽ ഫീഡ് ചെയ്തു കഴിഞ്ഞാൽ തറിയിലെ ആയിരക്കണക്കിന് നൂലുകളിൽ ഏതു നൂല് പൊങ്ങണം, ഏതു നൂല് താഴ്ത്തിക്കൊടുക്കണം എന്ന് തീരുമാനിക്കുന്നത് അതാണ്. പൊങ്ങുന്ന നൂലിന്റെയും താഴുന്ന നൂലിന്റെയും ഇടയ്ക്കുകൂടിയാണ് കുറുകെയുള്ള നൂലുകളുമായി ഓടം പായുന്നത്. പകുതി മെക്കനൈസ്ഡ് ആണ് ഈ തറിയെന്നു പറയാം. നമുക്ക് കണ്ടാൽ ആശയക്കുഴപ്പമാകും. അത്ര കോംപ്ലിക്കേറ്റഡ് ആണ് ഇതിന്റെ പ്രവർത്തനം. പൂക്കളൊക്കെയായി വളരെ സങ്കീർണമായ ഡിസൈനുകളാണ്. അത് സാധാരണ തറിയിൽ നെയ്തെടുക്കാൻ വലിയ പ്രയാസമാകും. ജക്വാഡ് ലൂം വന്നതോടെ പരമ്പരാഗത തറിയിൽ നെയ്യുന്നതിന്റെ 1/4 സമയം കൊണ്ട് നെയ്ത്ത് സാധ്യമായി. ഏത് ഡിസൈനിലും നെയ്യാമെന്ന അവസ്ഥയുമുണ്ടായി. ഇവരുടെ അധ്വാനവും ഇതിന്റെ ടെക്നോളജിയുമൊക്കെ കാണുമ്പോൾ 25,000 രൂപയുടെയൊക്കെ സാരി വാങ്ങുമ്പോഴുള്ള കുറ്റബോധമങ്ങ് മാറിക്കിട്ടും. ആഴ്ചകളോളം ഇങ്ങനെ ജോലി ചെയ്താണ് ഇവർ ഓരോ സാരിയും നെയ്തെടുക്കുന്നത്. അത്രയും മനുഷ്യാധ്വാനമുണ്ട് ഓരോ പട്ടുസാരിയും നെയ്തെടുക്കാൻ. ഓരോരോ നൂലായി ചേർത്താണ് ഇതുണ്ടാക്കുന്നത്. അങ്ങനെയുള്ള 10,000-കണക്കിന് ഇഴകൾ ഉണ്ടെന്നോർക്കണം. പഞ്ച് കാർഡ് ഇതാണ്. ഓരോ നൂലും ഉയരുന്നതും താഴുന്നതും പഞ്ച് കാർഡിലെ ഡീറ്റെയിൽസ് അനുസരിച്ചാണ്. ഓരോ നൂലിനും ഓരോ കാർഡുണ്ട്. നെയ്ത്തുകാരൻ പായിക്കുന്ന ഓടത്തിലെ നൂല് ഏതൊക്കെ നൂലിന് ഇടയ്ക്കുകൂടി കടന്നു പോകണമെന്ന് തീരുമാനിക്കുന്നത് പഞ്ച് കാർഡുകളാണ്. ജക്വാഡ് തറികൾ ലോകത്താകമാനം നെയ്ത്തുശാലകളിൽ വലിയ വിപ്ലവമാണ് സൃഷ്ടിച്ചത്. 19-ാം നൂറ്റാണ്ടിൽ ഈ വിദ്യ ഇന്ത്യയിലെത്തിച്ചത് ബ്രിട്ടീഷുകാരാണ്. അടുത്ത ഒരു ഡിസൈനുള്ള പഞ്ച് കാർഡുകൾ കൊണ്ടുവന്ന് ഇവിടെ അട്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതാണ് അതിലെ തുളകൾ. ഈ തുളകളാണ് നൂലുകളെ നിയന്ത്രിക്കുന്നത്. ഓരോ ഡിസൈൻ അനുസരിച്ച് എങ്ങനെയാണ് നൂൽ ഓടേണ്ടതെന്ന് കാർഡുകൾ തീരുമാനിക്കുന്നു. മലേഷ്യ, തായ്ലാന്റ്, ടാൻസാനിയ, ചൈന. സഞ്ചാരം വോളിയം നമ്പർ 12 ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9995444222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. തൊട്ടപ്പുറത്ത് തന്നെ സാരിയുടെ ഓർഡർ എടുക്കുന്ന ഒരു കടയുണ്ട്. ആർക്കും അവിടെ ചെന്ന് ഓർഡർ കൊടുക്കാം. ഇത് അത്തരത്തിലൊരു കച്ചവടക്കാരനാണ്. ഇത് ഷോറൂമല്ല. സാരിയുടെ ഡിസൈൻ കൊടുത്താൽ മതി. ഇദ്ദേഹം അത് നെയ്ത്തുകാർക്ക് നൽകി സാരി തയ്യാറാക്കി തരും. അതിനെക്കുറിച്ച് ഒരു വിവരണം തന്നു. ഇപ്പോൾ തമിഴരും തെലുങ്കരും കല്യാണ സാരി എടുക്കുമ്പോൾ ഫാൻസി മോഡൽ ഇഷ്ടപ്പെടുന്നവരാണ്. എന്നാൽ മലയാളികൾ ഇപ്പോഴും കല്യാണത്തിന് ട്രഡീഷണൽ സാരിയെ എടുക്കാറുള്ളൂ. ഈ നീല സാരി ഒരു ഫാൻസി സാരിയാണ്, ട്രഡീഷണൽ സാരിയല്ല. പക്ഷേ തമിഴ്നാട്ടിലും തെലുങ്ക് നാട്ടിലുമൊക്കെ ഇതാണ് കൂടുതൽ. എന്നാൽ ഈ ചുവന്ന സാരി ട്രഡീഷണൽ പട്ടുസാരിയാണ്. ട്രഡീഷണലും ഇപ്പോഴുള്ള ഫാൻസിയും തമ്മിൽ തിരിച്ചറിയുന്നത് അതിന്റെ ബോർഡർ കണ്ടാണ്. ഈ ചുവന്ന സാരിയുടെ ബോർഡർ ആയിരിക്കും ട്രഡീഷണൽ സാരികൾക്കെല്ലാം. എന്നാൽ ആ നീല സാരിയുടെ ബോർഡറാണ് ഇപ്പോഴത്തെ ഫാൻസി സാരികൾക്ക്. തമിഴ്നാട്ടിലും ആന്ധ്രയിലുമൊക്കെ ഇതാണ് കൂടുതൽ. മലയാളികൾ ഇപ്പോൾ ചെയ്യുന്നത് ട്രഡീഷണൽ സാരി കല്യാണത്തിനും വിവാഹ നിശ്ചയത്തിന് നീല സാരി പോലുള്ള ഫാൻസി സാരിയും ഉപയോഗിക്കും. അത്തരം കഥകളൊക്കെയാണ് ഇദ്ദേഹം വിവരിച്ചു തരുന്നത്. ഇത് വിവാഹ നിശ്ചയത്തിനുള്ളതാണ്, റിസപ്ഷന് മറ്റൊന്ന്, വിവാഹ ചടങ്ങിന് മറ്റൊന്ന്. അതിന്റെ വ്യത്യാസങ്ങൾ എന്താണെന്നും പറയുന്നുണ്ട്. 15,000 രൂപ മുതലുള്ള സാരികൾക്കാണ് ഇവിടെ ഓർഡർ എടുക്കുന്നത്. 65,000-ഉം 70,000-ഉം വിലയുള്ള സാരികളുമുണ്ട്. അടുത്തു തന്നെ മറ്റൊരു സ്ഥാപനം. പട്ടുസാരി മാത്രമാണ് ഇവിടുത്തെ വിൽപ്പന. വലിയൊരു ടെക്സ്റ്റൈൽ ഷോപ്പിന്റെ അലങ്കാരങ്ങളൊന്നുമില്ല. ഒരു ഗോഡൌൺ പോലെയാണ്. പക്ഷേ വൃത്തിയായി ഒരുക്കി വെച്ചിരിക്കുന്നു. നമുക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി പട്ടുസാരി വാങ്ങിക്കുന്നതാണ് കൂടുതൽ ലാഭകരം.
നൂറുകണക്കിന് പട്ടുസാരികൾ. ഞാൻ ആ കാഴ്ചയൊക്കെ പകർത്തിയ ശേഷം പുറത്തേക്കിറങ്ങി. പട്ടിന്റെയും ഭക്തിയുടെയും നഗരമാണല്ലോ ഇത്. മറ്റൊരു പ്രാധാന്യം കൂടിയുണ്ട് കാഞ്ചീപുരത്തിന്. ഇവിടെയാണ് കാഞ്ചി കാമകോടി പീഠമെന്നറിയപ്പെടുന്ന ശ്രീ ശങ്കരാചാര്യർ സ്ഥാപിച്ച കാഞ്ചി മഠമുള്ളത്. കാർ അതിന്റെ മുന്നിലെത്തി. ഇതുവരെ കേട്ടറിവ് മാത്രമുള്ള കാഞ്ചി മഠം എന്നെ ഒട്ടും ആകർഷിച്ചില്ല. വളരെ പ്രശസ്തമായ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു മഠത്തിന്റെ പ്രൗഢിക്ക് ചേർന്നതാണ് ഈ കെട്ടിടങ്ങളെന്ന് എനിക്ക് തോന്നിയില്ല. ഞാൻ അവിടേക്ക് കയറാൻ ചെന്നപ്പോഴേക്കും ഗേറ്റ് അടച്ചു. ഇനി 4 മണിക്ക് സന്ദർശകർക്ക് പ്രവേശനമുള്ളൂ. ഇപ്പോൾ 1 മണിയായതേ ഉള്ളൂ. ഇനി 3 മണിക്കൂർ കാത്തു നിൽക്കണം. ഇത് മഠത്തിന്റെ പിൻഭാഗത്തെ ഗേറ്റാണ്. പുറത്ത് ആരെയും കാണുന്നില്ല. കാഞ്ചി കാമകോടി പീഠമെന്ന് ഗേറ്റിൽ ബോർഡുണ്ട്. അതിന്റെ തൊട്ടടുത്ത് ചില കടകളുണ്ട്. ഇതിവിടുത്തെ വെട്രിവേൽ മാല എന്നറിയപ്പെടുന്ന ഒരു തരം മാലയാണ്. ചന്ദനത്തിന്റെ വേരുകൊണ്ടുണ്ടാക്കിയ മാല. ഇവിടെ വളരെ പ്രശസ്തമാണത്. ക്ഷേത്രങ്ങളിലൊക്കെ സമർപ്പിക്കുന്നൊരു മാലയാണ്. കൂടാതെ വെറ്റില അട്ടിയിട്ട് വച്ചിരിക്കുന്നു. നമ്മുടെ നാട്ടിലൊക്കെ ഇത്രയും വെറ്റില കച്ചവടം നടക്കുന്നുണ്ടോ എന്ന് സംശയമാണ്. ഇത് പൂജയ്ക്ക് കൊടുക്കാനും ദക്ഷിണ നൽകാനും മാത്രമല്ല, മുറുക്കാനും ഉപയോഗിക്കുന്നുണ്ടാവാം. അവിടെ നിന്നും വീണ്ടും ഞങ്ങൾ ഏകാംബരേശ്വരർ ക്ഷേത്രത്തിന് സമീപത്തേക്കെത്തി. ഇവിടെ ക്ഷേത്രത്തിന്റെ പരിസരത്തെ ഒരു ചരിത്ര ഭവനം കാണാൻ വേണ്ടിയാണ് ഇനി പോകുന്നത്. ക്ഷേത്രം കാഞ്ചീപുരത്ത് വന്നയുടനെ സന്ദർശിച്ചതാണല്ലോ. അവിടുത്തെ ഒരു ഇടത്തെരുവിലേക്ക് തിരിഞ്ഞു. തിരിഞ്ഞ ഉടനെ തന്നെ ഇവിടെ ഒരു വീടുണ്ട്. ഈ വീട് മലയാളികൾക്ക് പരിചിതമായ ഒരു വ്യക്തിയുടെ പേരിലുള്ള ഫൗണ്ടേഷനാണ് പരിപാലിക്കുന്നത്. നമ്മൾ ഒരു ഭീകരനെന്ന് കരുതിയിരുന്ന CP രാമസ്വാമി അയ്യർ എന്ന പഴയ ദിവാന്റെ പേരിലുള്ള ഫൗണ്ടേഷൻ. മ്യൂസിയം ഓഫ് കാഞ്ചി എന്നാണ് എഴുതിയിരിക്കുന്നതെങ്കിലും ദ CP രാമസ്വാമി അയ്യർ ഫൗണ്ടേഷനാണ് വീട് സംരക്ഷിക്കുന്നത്. സർ CPയുടെ അമ്മയുടെ കുടുംബ വീടായിരുന്നു ഇത്. CP രാമസ്വാമി അയ്യർ ഈ വീട്ടിൽ വസിച്ചിരുന്നതായി തെളിവുകളൊന്നുമില്ല. എങ്കിലും അദ്ദേഹത്തിന്റെ ഒരു പൂർവീക ഭവനമെന്ന് പറയാം. CP രാമസ്വാമി അയ്യരുടെ കൊച്ചുമക്കളിൽ മൂത്തവളായ ശകുന്തള ജഗന്നാഥൻ ഈ വീട് ഒരു മ്യൂസിയമാക്കി മാറ്റുകയായിരുന്നു. പുറത്തുനിന്ന് വളരെ ചെറിയ കെട്ടിടമാണെന്ന് തോന്നുമെങ്കിലും അകം അതിഗംഭീരമാണ്. അന്നത്തെ ഒരു പ്രഭു കുടുംബമായിരുന്നു CPയുടെ അമ്മയുടേത്. CPയുടെയും ഭാര്യയുടെയും കുടുംബാംഗങ്ങളുടെയും ഒക്കെ ചിത്രങ്ങൾ ചുവരുകളെ അലങ്കരിക്കുന്നു. ഇതാണ് AR ജഗന്നാഥനും ഭാര്യ ശകുന്തള ജഗന്നാഥനും. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ടൂറിസം വകുപ്പിൽ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറലായിരുന്നു പരേതയായ ശകുന്തള ജഗന്നാഥൻ. അവരുടെ അച്ഛൻ CR പട്ടാഭിരാമനാണ് വീട് CP രാമസ്വാമി അയ്യർ ഫൗണ്ടേഷന് സംഭാവന നൽകിയത്. മ്യൂസിയത്തിൽ ഈ കാണുന്നതെല്ലാം CPയുടെ കുടുംബം ഉപയോഗിച്ച വസ്തുക്കളാകണമെന്നില്ല. കാഞ്ചീപുരത്തെ പല പഴയ തറവാടുകളിൽ നിന്നും ശേഖരിച്ച പാത്രങ്ങളും ഫർണിച്ചറുകളും പഴയ വസ്ത്രങ്ങളുമെല്ലാം ഇവിടെയുണ്ട്. ഒരു കാലത്ത് തമിഴ് പ്രമാണി കുടുംബങ്ങളിലെ ജീവിതം എത്ര ആഡംബരപൂർണമായിരുന്നു എന്നതിന്റെ തെളിവ് കൂടിയാണ് ഇതെല്ലാം. പല നാടുകളിൽ നിന്ന് കൊണ്ടുവന്നവയും അന്നത്തെ പ്രമുഖ കലാകാരന്മാർ സമ്മാനമായി നൽകിയതുമായ കുറേ ശില്പങ്ങളും ഇവിടെയുണ്ട്. അടുത്ത മുറിക്കകത്ത് കുറേ സാരികൾ വച്ചിട്ടുണ്ട്. വസ്ത്രാലയം എന്നാണ് ഈ മുറി അറിയപ്പെടുന്നത്. ഇവിടുത്തെ സ്ത്രീകൾ ഉപയോഗിച്ചിരുന്ന സാരികളും ഇതിലുണ്ട്. പലതും 19-ാം നൂറ്റാണ്ടിലേതാണ്. 1800കളിൽ കാഞ്ചീപുരത്ത് നെയ്ത പട്ടുസാരികൾ. ചിലതൊക്കെ പിഞ്ചിത്തുടങ്ങിയിരിക്കുന്നു. 1.5 നൂറ്റാണ്ട് വരെ പഴക്കമുള്ള പട്ടുസാരികൾ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. അവിടെ നിന്നിറങ്ങി ഞാൻ ആ കെട്ടിടത്തിന്റെ അകത്തളങ്ങളിലൂടെയൊക്കെ നടന്നു. മ്യൂസിയം സൂക്ഷിപ്പുകാരായി 2 സ്ത്രീകളാണ് ഇവിടെയുള്ളത്. 20 രൂപയാണ് ഒരാൾക്ക് ഇവിടേക്കുള്ള പ്രവേശന ഫീസ്. ഇതൊക്കെ സംരക്ഷിച്ചിരിക്കുന്നു എന്നത് തന്നെ നല്ലൊരു കാര്യമാണല്ലോ. ഇവിടം ഭക്ഷണം കഴിക്കുന്ന സ്ഥലമായിരുന്നിരിക്കണം. ഇപ്പോൾ മോഡേൺ ഫർണിച്ചറൊക്കെയാണ് അവിടെ കിടക്കുന്നത്. ഇതൊരു നടുമുറ്റമാണ്. പുറത്തുനിന്ന് നോക്കുമ്പോൾ ചെറുതായിരിക്കും ഇത്തരം അഗ്രഹാര വീടുകളൊക്കെ. എന്നാൽ ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പോൾ അതിവിശാലമാണത്. ഞാൻ വീടിന്റെ അടുക്കള ഭാഗത്തേക്ക് ചെന്നു. ഇവിടെ പഴയ പാത്രങ്ങൾ നിരത്തിവെച്ചിരിക്കുകയാണ്. ഇന്നത്തെ മിക്സിക്ക് പകരം അന്ന് അരയ്ക്കാനും പൊടിക്കാനും ഉപയോഗിച്ചിരുന്ന വീട്ടുപകരണങ്ങളുമുണ്ട്. വലുതും ചെറുതുമായ ചെമ്പുപാത്രങ്ങൾ.
പുട്ടുകുറ്റി, പലതരം മൊന്തകൾ, അങ്ങനെ പല സാധനങ്ങൾ. ചെമ്പിന്റെയും പിച്ചളയുടെയും ഓടിന്റെയും ഒക്കെ പാത്രങ്ങൾ. വലിയ മുറി നിറയെ പഴയ പാത്രങ്ങളും വാർപ്പുകളുമൊക്കെയാണ്. നിരവധി അംഗങ്ങൾ ഉണ്ടാകുമല്ലോ ഇത്തരം ഓരോ കുടുംബത്തിലും. ദിവസവും അവർക്കുള്ള ഭക്ഷണം ഒരുക്കൽ തന്നെ ഒരു പണിയായിരിക്കും. ഞാൻ വീടിനകത്തുകൂടിയെല്ലാം നടന്നു. ബ്രഹ്മമന്ദിരം എന്നാണ് ഈ വീടിന്റെ യഥാർത്ഥ പേര്. വലിയ ഭൂപ്രഭുക്കളായിരുന്നു സർ CP-യുടെ അമ്മ വീട്ടുകാർ. ഈ വീട് എന്നാണ് പണിതതെന്നതിന് രേഖകളൊന്നുമില്ല. എങ്കിലും വിജയനഗര സാമ്രാജ്യകാലത്ത് 15-16 നൂറ്റാണ്ടുകളിലാവാം നിർമ്മാണമെന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. ആ വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങി. ഈ തെരുവിൽ അത്തരത്തിൽ അഗ്രഹാര സ്വഭാവമുള്ള നിരവധി വീടുകളുണ്ട്. ഇപ്പോഴും പഴമയുടെ തനിമയോടെ സംരക്ഷിക്കുന്ന വീടുകളുള്ള ആ തെരുവിലൂടെ ഞാൻ സഞ്ചാരം തുടർന്നു.